ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സോഷ്യൽ മീഡിയയിലുള്ള പല പെണ്ണുങ്ങളെ ചാറ്റ് ചെയ്ത് ചീറ്റിലാണ് അവന്റെ പണി. ബാക്കിയുള്ള കാണ്, അപ്പൊ മനസ്സിലാവും തനിക്ക് അവന്റെ തനിക്കോണം. ഇന്നെങ്ങും പോവാതെ എന്റെ കൂടെ തന്നെ ഉണ്ടായാൽ മാത്രം മതി. അതാ പൃഥ്വിക്ക് എനിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം. മേനോൻ സാർ വിളിച്ചിരുന്നു. ഇന്ന് തന്നെ പോയി ഓയിൽ എടുക്കണമെന്ന് പറഞ്ഞു. ഇന്ന് എന്റെ അടുത്ത് തന്നെ നിൽക്കണം. ബേബി, എനിക്കിടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് നിന്നെ കാണാനും സംസാരിക്കാനും സമയം കിട്ടില്ല ബേബി. ഞാൻ 1-2 ദിവസത്തേക്ക് ഫ്രീ ആവാം. എന്നിട്ട് നമുക്ക് ഗോവയിലോ ചിറാപുഞ്ചിലോ ഒക്കെ പോയി കറങ്ങിട്ട് വരാം. അതെ, ചിറാപുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്. ബേബി, ആദ്യം ഒന്ന് കല്യാണം കഴിക്കി, എന്നിട്ട് മതി ചിറാപുഞ്ചിലോ ഗോവയിലൊക്കെ പോവാൻ. വൈ ബേബി? നീ എന്താ ഒട്ടും റൊമാൻറ്റിക് അല്ലാത്തത്? എന്റെ ടെൻഷൻ മുഴുവൻ പറഞ്ഞിട്ട് എന്താ സുമിത്തിന് മനസ്സിലാവാത്തത്? റിലാക്സ്. എന്റെ വീട്ടിൽ കല്യാണം ആലോചിക്കുക. ഒന്ന് വീട്ടിൽ വന്ന് സംസാരിച്ചു വെച്ചാ എനിക്കൊന്ന് പിടിച്ചു നിക്കാം. ഇതിങ്ങനെ ഒളിച്ചും പാത്തും ഫോൺ വിളിച്ചും മെസ്സേജും നടക്കാൻ വയ്യ. എന്റെ ബേബി, ഞാൻ പറഞ്ഞില്ലേ, ഡാഡി മമ്മി പ്രശ്നമാണ്. അവരെന്നെ പോലെയല്ല, വെരി ഡേഞ്ചറസ്. കണ്ണ് പെട്ടത് നല്ല പച്ചപ്പള്ള് പച്ചക്ക് അവര് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞു കളയും ബേബി. നിനക്കറിയില്ല, അവരെ പച്ച തെറി വിളിക്കും. ഐ മീൻ ഇംഗ്ലീഷില്. എന്നിട്ട് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. ഓൾ ബിസിനസ് ഓൺ ബൈ ഡാഡി. അതൊക്കെ എന്റെ പേരിൽ വരാതെ വലിയ പാടാണ്. അപ്പൊ എന്ത് ചെയ്യാന്നാ പറഞ്ഞു വരുന്നേ? ബേബിക്ക് ഉടനെ കല്യാണം വേണമെന്ന് നിർബന്ധമാണെങ്കിൽ നമുക്ക് ഒളിച്ചോടാം. ദൂരെ ഏതെങ്കിലും ടെമ്പിളിൽ പോയി കല്യാണം കഴിക്കാം. മാല, താലി, ദാറ്റ് ഓൾ തിങ്സ് ഒക്കെ ഇടാം. എന്നിട്ടേ ചിറാപുഞ്ചി പോയി മഴ നിറയാം. ഇയാൾക്ക് ചിറാപുഞ്ചി മാത്രമുള്ളൂ, അതൊന്നും നടക്കാൻ പോകുന്നില്ല. എവിടെ നോക്കിയാ ഡോർ കൊടുക്കുന്നത്? My car, country fellow, what a fish! Oh my God, അഞ്ജന, എന്നെ ഇപ്പൊ കൊന്നേനല്ലോ. എടാ താനോ? ആഹാ, താൻ എന്റെ പുറകെ തന്നെയാണോ? അത് ശരി. കുറെ ദിവസമായി തുടങ്ങിയിട്ട് എപ്പോഴും എന്നെ ഉപദ്രവിച്ചിട്ട് അതെല്ലാം മാറ്റി മറിച്ച് സംസാരിക്കാം. ഇത് ശരിയാവില്ല. താൻ പോടോ. എന്താ ബേബി, എന്താ പ്രശ്നം? ഞാൻ പറയാറില്ലേ, ഒരുത്തൻ വന്ന് ഇടയ്ക്ക് എന്നെ തട്ടിയിടുന്ന വഴക്കുണ്ടാക്കുന്നു എന്ന്. അവനവൻ. ഓഹോ, അപ്പൊ നീയാണല്ലേ ബ്ലഡി വായി നോക്കി. പിന്നെ ഞാനെന്ന് നിനക്കെന്നെ അറിയില്ല. വഴക്കുണ്ടാക്കല്ലേ? ഇവരൊന്നും വെറുതെ കാണാൻ പാടില്ല. പെൺകുട്ടികളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന ഇവനൊക്കെ നല്ല ഇടിയിടിക്കണം. വേണ്ട, നമ്മളൊന്നും ചെയ്യണ്ട. തന്നെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ? എനിക്ക് തന്നെ പോലുള്ള ലോക്കൽ പിള്ളേരായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. അല്ല, സുമിത് എന്റെ ബോയ്ഫ്രണ്ട് ആണ്. യു നോ, ഹി ഈസ് വെരി റിച്ച് ബിസിനസ്മാൻ. താനൊന്ന് പരിചയപ്പെടാൻ ഒരു സാധ്യതയില്ല. സുമിത്, ഒരു മിനിറ്റ്. Poor boy. സുമിത് പോപ്സ് ഫ്രോഡ്. വാ വാ, come on baby, കേറ് വാ. നമുക്ക് തീരെ സമയമില്ല. കേറ് കേറ്.
വീണ്ടും വന്നിരിക്ക. എന്താ ഇറങ്ങടാ. നീ ഫ്രോഡ് സുമിത്തല്ലടാ. ഞാനാ വെറുതെ? ഏയ് ഫ്രോഡ് സമയത്ത് സുമിത് പോപ്സ് എന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പെണ്ണുങ്ങളെ വളയ്ക്കാൻ നടക്കുന്ന കോഴി സുമിത്ത് നീയല്ലടാ. ഏയ് ഒരിക്കലുമല്ല. ഞാനൊന്നുമല്ല, അത് വെറുതെ ചുമ്മാ പറയുക. നിങ്ങൾക്ക് തോന്നിയതാ. നീ വാ പുറത്തിറങ്ങ. ഏയ് ഇറങ്ങടാ. ഇല്ല, ഞാനല്ല. എന്നാ ഒരു കാര്യം ചെയ്യാം. പിന്നെ ഇതങ്ങ് കളഞ്ഞേക്കാം. ചേട്ടാ, അയ്യോ വേണ്ട 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 ചേട്ടാ പ്ലീസ്. എന്നാ ഇറങ്ങ. ഒരു സെക്കൻഡ് ബേബി, ഇപ്പൊ വരാം. മൊബൈലും കിടക്ക്. ഇങ്ങെടുക്കാൻ. നീ അവിടെ ഇരിക്കേ. നീ അവിടെ ഇരിക്കേ. കൈ വിട്, കൈ വിട്, നീ ഒന്ന് ഇരിക്കവിടെ. വിട്, വിട്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ ഇതൊന്ന് നോക്ക്. അപ്പൊ നിനക്ക് മനസ്സിലാവും. നോക്ക്. പല പെണ്ണ് കേസിലെയും പ്രതിയാണ് അവൻ. സോഷ്യൽ മീഡിയയിലുള്ള പല പെണ്ണുങ്ങളെ ചാറ്റ് ചെയ്ത് ചീറ്റിലാണ് അവന്റെ പണി. പോടാ, പോ. ബാക്കിയൂടെ കാണ്. അപ്പൊ മനസ്സിലാവും തനിക്ക് അവന്റെ തനി കൊണം. വിശ്വസിക്കല്ലേ, ഇതൊക്കെ കള്ള പച്ചക്കളാ. ചേട്ടാ പോടാ. അയ്യോ ചേച്ചി. താൻ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കാം. ദാ നോക്ക്. ഇത്തരം ഫ്രോഡ് കേസുകളെ തനിക്ക് കിട്ടിയോളൂ. ചേട്ടാ എല്ലാം നശിച്ചയ്യോ. എല്ലാം പോയി, എന്റെ പ്രേമവും പോയി, എല്ലാം പോയി. ചേട്ടാ ഒന്ന് തുറക്കേട്ടാ പ്ലീസ് ചേട്ടാ.